കുറച്ച് മിണ്ടിയാലോ? വരൂ. പിതാനും മാതാനും ഒക്കെ കളിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എൻ്റെ അതിർത്തി വിട്ട് ഒന്ന് പുറത്തേക്ക് കിടക്കാം. തേർഡ് ഇയറിൽ എന്നെ ഒരു സാർ പഠിപ്പിച്ചിരുന്നു. സാറിന്റെ പേര് മെൻഷൻ ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോഴും കോളേജിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ഒരു അസൈൻമെന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സാറിന്റെ ക്യാബിനിൽ പോയതാണ്. അസൈൻമെന്റ് വെച്ചു, ഞാൻ ഇറങ്ങാൻ നിൽക്കുന്നു. സാർ അപ്പൊ പറഞ്ഞു, ഹെലൻ പ്ലീസ് കം ആൻഡ് സിറ്റ്. ഈ സാർ എന്നിട്ട് എന്നോട് ഇരുത്തിയിട്ട് പറഞ്ഞു, വൈ യു ആർ നോട്ട് കമ്മിങ് ടു മൈ ക്ലാസ്സസ്, വൈ യു സ്കിപ്ഡ് മെനി ക്ലാസ്സസ്, വൈ യു ആർ ആബ്സെന്റ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് കുറെ ചൂടായി. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് കുറെ അസുഖങ്ങളുണ്ട്. സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, എനിക്ക് ആ അസുഖമുണ്ട്, എനിക്ക് ഈ അസുഖമുണ്ട്. ഈ സാർ എന്നിട്ട് എന്നോട് നോക്കി മാസമായിട്ട് പറയാൻ തുടങ്ങി, എന്ത്, യു നോ ഐ എം ഓൾസോ ഹാവിങ് സച്ച് ഇഷ്യൂസ്. ഞാൻ, ഓ മൈ ഗോഡ്, ഐ എം ഹാവിങ് ഷുഗർ, ഐ എം ഹാവിങ് പ്രഷർ, ഐ എം ഹാവിങ് ദിസ് മച്ച് അസുഖങ്ങൾ, അത് ഇത്. But still, I come here, I sit in this cabin, I sit in this chair and I come to teach you. Why? പേടിച്ചിട്ടാണെങ്കിലും ഞാൻ സാറിനോട് ചോദിച്ചു, വൈ സാർ. പിന്നീട് സാർ പറഞ്ഞ വാക്കുകൾ എൻ്റെ തലയിലല്ല, മനസ്സിലാണ് കൊണ്ടത്. സാർ എന്നോട് പറയാണ്, ബിക്കോസ് ഐ ആം എ ഗുഡ് എഞ്ചിനീയർ ആൻഡ് യു ആർ എ ബാഡ് എഞ്ചിനീയർ. ഇത് കേട്ട ഞാൻ, ബാഡ് എഞ്ചിനീയർ, ബാഡ് എഞ്ചിനീയർ. ഇപ്പോഴാണ് ഞാൻ ആ കാരണം അറിയുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ എഞ്ചിനീയറിംഗ് ഫീൽഡ് പറ്റാഞ്ഞത്. ബിക്കോസ് ഐ എം ബാഡ് എഞ്ചിനീയർ ആൻഡ് സാർ എന്ന് പറയുന്നത് സാർ ഒരു ഗുഡ് എഞ്ചിനീയർ ആണ്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഫണ്ണായിട്ട് തോന്നിയേക്കാം, പക്ഷെ അന്ന് ഞാൻ പട്ടി മോങ്ങണെ പോലും അല്ല, അതൊക്കെ നേരം ഞാൻ ഈ സാറിന്റെ ഈ ഡയലോഗ് കേട്ട് കരഞ്ഞിട്ടിട്ട്. ബാഡ് എഞ്ചിനീയർ ആണെങ്കിൽ എന്താ, ഞാനൊരു എഞ്ചിനീയർ അല്ലേ.